ഗൈസ് അസ്സലാമു അലൈക്കും. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഇടാനൊന്നുമില്ല. എന്നാൽ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കറക്റ്റ് 7 മണിയായപ്പം സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഇറങ്ങിയ ഒരു ഓട്ടമാണ് കേട്ടോ. ആരോ നിർബന്ധിച്ച് ജോലിക്ക് പറഞ്ഞു വിടുന്ന പോലെ. അത് കഴിഞ്ഞ് നേരെ ബ്രദറിന് ഷൂ നോക്കാൻ വേണ്ടി പോയി. ഷൂ ഒക്കെ കണ്ടുവെച്ച് തിരിച്ച് ഞങ്ങൾ കോസ്റ്റയിൽ പോയി. വെൽക്കം ഓഫർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോയതാണ്. പക്ഷേ ഞങ്ങൾ ശശിയായിട്ട് പോകുന്നു കേട്ടോ. കാരണം അവിടെ വെൽക്കം ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 20 ദിർഹംസിന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരനോട് അതൊക്കെ സംസാരിച്ച് വളരെ നിരാശയോടുകൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചേട്ടോ. അവിടെ പോയ സമയത്താണെങ്കിൽ ഓഫറുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചു ചിക്കീസിലേക്ക്, കരാമയുള്ള. അത്യാവശ്യം നമുക്ക് ബ്രോസ്റ്റൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷനാണ്. ഞാനും ഹസ്ബൻഡും ഒരുമിച്ചിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് 49 ദിർഹംസിൻ്റെ ബ്രോസ്റ്റിൻ്റെ ഒരു കോംബോ ഉണ്ട് കേട്ടോ. അതിൽ ബർഗറും സാൻഡ്വിച്ചൊക്കെ ഉള്ള കോംബോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ കോംബോ ആണ്. 8 പീസ് ചിക്കനും 4 ബണ്ണും പിന്നെ അതിൻ്റെ കൂടെ കോൾസ്ലോ, കെച്ചപ്പ്, പിന്നെ ഒരു ഡ്രിങ്ക്സും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ചൂസ് ചെയ്തത് മൗണ്ടൻ ഡ്യൂ ആണ്. കാരണം അതിൻ്റെ കൂടെ പെപ്സി ആയിരുന്നുണ്ടായിരുന്നത്. പെപ്സി ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ചിക്കീസ്. ആക്രാന്തം മൂത്ത് കഴിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിലൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ശരിക്കും ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാൻ 4-5 പീസസ് മതിയായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ആക്രാന്തം കൂടുമ്പോൾ നമ്മൾ കുറേ ഓർഡർ ചെയ്ത് പോകുമല്ലോ. അങ്ങനെയാണ് ഒരു ഫുൾ പാക്ക് ഓർഡർ ചെയ്തത്. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ മതിയായിട്ടോ ഏകദേശം. എന്നാലും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. ബാക്കി പാർസലാക്കി നേരെ ലുലുവിലേക്ക് പോയിട്ടോ. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. ഈ കറി വെക്കാനുള്ള എന്തെങ്കിലും മേടിക്കണം, അതേപോലെ രാവിലെ ചായക്കുള്ളത് എന്തെങ്കിലും മേടിക്കണം. ഇവരെന്തിനാ ചിരിക്കുന്നതെന്നറിയോ? ചക്കൻ്റെ വില കണ്ടിട്ടാണ് കേട്ടോ. 300 സംതിങ് ദിർഹംസ് ആയിരുന്നേ. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ബൈ.